അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്മാഉൽ ഹുസ്നയിലെ നമ്മളെ സീരീസിലെ അടുത്തൊരു നാമം എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ നാമാണ് അൽ മുഹൈമിൻ. അൽ മുഹൈമീൻ എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം എന്തൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. മേൽനോട്ടം വഹിക്കുന്നവൻ, സംരക്ഷകൻ, നിരീക്ഷകൻ, രക്ഷാധികാരി, കാവൽക്കാരൻ, ഇതൊക്കെയാണ് ഈ ഒരു അൽ മുഹൈമീൻ എന്നുള്ള നാമം അർത്ഥമാക്കുന്നത്. അൽ മുഹൈമീനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അറബിയിൽ ഹൈമന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആധിപത്യം എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അൽ മുഹൈമീൻ എന്ന് പറഞ്ഞാൽ, അതായത് അൾട്ടിമേറ്റ് ഗാർഡിയൻഷിപ്പാണ്. സമ്പൂർണ്ണ രക്ഷാകർതൃത്വവും അതേപോലെ തന്നെ ആധിപത്യവും നിയന്ത്രണത്തിലുള്ള ഗുണവും ഒക്കെ ശാശ്വതമായിട്ടുള്ള ഒരേ ഒരാളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ. അതാണ് ഈ അൽ മുഹൈമീൻ എന്നുള്ള ഈ ഒരു നാമം കൊണ്ട് സ്ഥാപിക്കുന്നത്. സൃഷ്ടികളെ മേൽ അള്ളാഹ്ക്കുള്ള സമ്പൂർണ്ണമായിട്ടുള്ള രക്ഷാകർതൃത്വവും സമ്പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടവും ആധിപത്യവും എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു വാക്കാണ് അൽ മുഹൈമിൻ എന്ന് പറഞ്ഞാൽ. കുട്ടികളോടുള്ള സ്നേഹം മൂലം അവരെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ചില നിയമങ്ങളും ചില അതിരുകളും ഒക്കെ വെക്കും. അതുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ, അള്ളാഹ് നമ്മളെ ഒരു കാവൽക്കാരനായിട്ട് സംരക്ഷിച്ച് നമ്മളെ മേൽനോട്ടം വഹിച്ച് നമ്മളുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അൽ മുഹൈമിനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മൾ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ സൃഷ്ടികളെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും സത്യത്താൽ വിധിക്കുകയും ചെയ്യുന്നവനാണ് അൽ മുഹൈമിനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അൽ മുഹൈമിനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ മനസ്സിലുള്ള ഒരു ചെറിയ ചിന്തയാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഓരോ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള ഓരോ കാര്യങ്ങളും സദാ സമയം അള്ളാഹു സുബ്ഹാനഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു കാര്യം നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കണം നിത്യജീവിതത്തിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ അതൊരു പ്രേരകമാവുകയും ചെയ്യും. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ നിരന്തരം ഓർമ്മിക്കുകയും നമ്മളുടെ ഓരോ പ്രവൃത്തികളിലും ഓർമ്മിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ദോഷങ്ങളിൽ നിന്നും അതേപോലെ തന്നെ പാപങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കും എന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്നയിലെ അടുത്ത പുതിയൊരു നാമമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.